നന്തങ്കോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ അമ്മാവൻ ഇന്നലെ മരണമടഞ്ഞു. ഈ കേസിനകത്ത് 4 പേരെ കൊന്നു കഴിഞ്ഞിട്ട് അമ്മാവനങ്ങളെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയിലായിരുന്നു കേഡൽ ജിൻസൺ. പക്ഷെ അത് നടന്നില്ല. തൊട്ടടുത്തുള്ള അമ്മാവന്റെ വീട്ടിന്റെ പരിസരത്ത് ഇയാളെ കണ്ടെങ്കിലും ആരോ അത് ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ അയാൾ ഇവിടുന്ന് മാറി. അല്ലെങ്കിൽ 4 പേരല്ല 5 പേരെ കൊന്നുകളഞ്ഞേനെ. അതിന് തക്കതായ കാരണങ്ങളും ഉണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് 4 മാസം മുമ്പ് അവിവാഹിതനായ അമ്മാവൻ ജോസ് സുന്ദരം അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും സ്വത്തും സഹോദരിക്ക് എഴുതി കൊടുത്തു. അത് ഇഷ്ടദാനമായിരുന്നു. അതിനുശേഷം സഹോദരിയും ഭർത്താവും മകളും ഒക്കെ വിദേശത്ത് പോകാനുള്ള ചർച്ച നടക്കുമ്പോൾ അവർ പോകുന്നതുകൊണ്ട് താൻ അനാഥമാകും എന്ന് അവിവാഹിതനായ ജോസ് സുന്ദരം കരുതി. അദ്ദേഹത്തിന് സിക്കാണ്, കിടപ്പാണ്, നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്, മുട്ടിനൊക്കെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം സ്വത്ത് തിരിച്ചു ചോദിച്ചു. തനിക്ക് സഹോദരിയും ഭർത്താവും മകളും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കാലശേഷം തനിക്കൊന്നും ലഭിക്കില്ല, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഇഷ്ടദാനം തിരികെ ചോദിച്ചു. പക്ഷേ കേഡൽ അതിന് വഴങ്ങിയില്ല, അയാൾ അംഗീകരിക്കുന്നില്ല, കൊടുക്കില്ല. അയാൾക്ക് സ്വത്തിന് വലിയ മോഹക്കാരനാണ്. കാരണം ഇവർ പോകുമ്പോൾ സ്വത്തുക്കൾ എല്ലാം തനിക്ക് ലഭിക്കും എന്നാണ് കരുതിയത്. അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് പിതാവിനെയും അമ്മയും സഹോദരിയെയും അവിടെ താമസിക്കുന്ന ലളിതയും കൊന്നത്. അവരെല്ലാം കൊന്ന് കത്തിച്ചു കളഞ്ഞാൽ അത് ചാരമായി മാറിക്കോളും. പിന്നെ അവരെവിടെ പോയി വിദേശത്ത് പോകുന്നു എന്നൊക്കെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് അവരെ പറ്റി ആരും അന്വേഷിക്കില്ല എന്നാണ് അയാൾ കരുതിയത്. പക്ഷേ അവരെ കൊന്ന് 4 പേരെയും വിദഗ്ധമായി വളരെ ബുദ്ധിപൂർവം കൊന്നിട്ട് അവരെ കത്തിക്കാൻ ശ്രമിച്ചു. കത്തി തീർന്നില്ല. അതിനു മുമ്പ് വീട് നിറയെ പുക നിറഞ്ഞു. അയൽവക്കംകാർ അത് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് കേഡൽ കേസിലേക്ക് വെളിച്ചം വീശുന്നത്. ഈ 2017 ഏപ്രിൽ 8-നാണ് ഈ കൊലപാതകം നടന്നത്, പുറം ലോകം അറിയുന്നത്. സ്വന്തം അമ്മയെ ആദ്യം കൊന്നു, പിതാവിനെയും കൊന്നു, സഹോദരിയും കൊന്നു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ ജീൻ പത്മയാണ് അമ്മ. അമ്മയുടെ സഹോദരനാണ് ജോസ് സുന്ദരം എന്ന അവിവാഹിതനായ വ്യക്തി. പിതാവിനെ റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കത്തിനെയും കൊന്നു, സഹോദരി കരോളിനെയും കൊന്നു. ആ വീട്ടിൽ അവരെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കാഴ്ചയ്ക്ക് മങ്ങലുള്ള ലളിത എന്ന സ്ത്രീയെയും അവർ കൊന്നു. അയാള് ഈ 4 കൊലപാതകം കഴിഞ്ഞ് 5ാമത്തെ കൊലപാതകത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് കാര്യങ്ങൾ തിരിച്ചു മറിഞ്ഞത്. ആ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഏക രക്തസാക്ഷിയായിരുന്നു ജോസ് സുന്ദരം. കോടതിയിലെ കേഡലിനെ ശിക്ഷിച്ചു. അയാൾക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല, ഒരു മാനസിക രോഗവുമില്ല. അയാൾ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസത്തിൽ ചില പൂജകളൊക്കെ വീട്ടിൽ ചെയ്തിരുന്നു. അദ്ദേഹം 2ാം നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ മുറികളിലും ആ 2ാം നിലയിലും സ്വന്തം അമ്മയോ അപ്പനെയോ സഹോദരിയോ കയറ്റത്തേയില്ല. അവിടെ ചില പ്രത്യേക പൂജകളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരുന്നു. അതാണ് അയാളുടെ ജീവിതം. ജോസ് സുന്ദരത്തിന് അയാൾ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, അയാളുടെ അവിവാഹിതനാണ്. അയാളെ PWD ജോലിക്ക് ലഭിക്കുമായിരുന്നെങ്കിലും അതൊക്കെ വേണ്ടാന്ന് വെച്ചു. സ്വത്ത് നോക്കി സഹോദരിയോടൊപ്പം ജീവിച്ചാൽ മതി എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ കണക്കൂട്ടലെല്ലാം തെറ്റി. ഇന്നലെ അദ്ദേഹം യാത്രയായി. അദ്ദേഹം യുഗലോകാസം വെടിഞ്ഞു, അനാഥമായി. കേസിന്റെ വിധിയിലെ ആജീവനാന്തകാലം ജീവപര്യന്ത ശിക്ഷയായിരുന്നു കേഡലിനെ. കാരണം 4 പേരെ കൊന്നവരാണ്. കൊന്ന് അവരെ തെളിവ് നശിപ്പിക്കാൻ ആ മൃതശരീരം 4 കത്തിച്ച വ്യക്തിയാണ്. തിരിച്ചറിയാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. മിക്കവാറുള്ള ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞു പോയി. അതോടൊപ്പം തന്നെ ഇയാൾ അവിടുന്ന് താനല്ല ഈ കേസ് ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തലേദിവസം ഈ മർഡറിന് മുമ്പ് അയാൾ ട്രെയിൻ കയറി പോകുന്നതായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷെ ചെന്നൈ വരെ പോയിട്ട് അയാൾ വീണ്ടും മടങ്ങി വന്നു. കാരണം ഈ സംഭവം എല്ലാം താൻ ഉദ്ദേശിക്കുന്ന പോലെ നീങ്ങും എന്നാണ് കരുതിയത്.
തുടക്കത്തിൽ ഇയാൾ കുറ്റം നിഷേധിച്ചു വന്നു, പിന്നീട് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കോടതിയിൽ ഇയാൾ വളരെ വൈദഗ്ധ്യപൂർവ്വം അഭിനയിച്ചും അല്ലെങ്കിൽ ജയിലിൽ വെച്ച് അഭിനയിച്ചും താൻ ഒരു മാനസിക രോഗിയാണെന്ന് സ്ഥാപിക്കാൻ നോക്കി. അയാൾ അന്ധവിശ്വാസിയാണെന്ന് അസ്ട്രൽ പ്രൊജക്ഷന്റെ ചില രേഖകൾ പോലീസിന് ലഭിച്ചു, മൊബൈൽ ഫോണിൽ ലഭിച്ചു, ലാപ്ടോപ്പിലും ഉണ്ട്. അങ്ങനെ അയാൾ ബിടെക്കുകാരനാണെങ്കിലും മറ്റേതോ ലോകത്തിലേക്ക് വിഹരിക്കുന്നയാളാണ്. അയാൾക്ക് പൊതുജനങ്ങളുമായിട്ട് ഒരു സംസർഗമോ അവരുമായിട്ട് ഒരു ചർച്ചയോ അവരുമായിട്ട് ഒരു ബന്ധമോ അവരുമായിട്ട് ഇന്ററാക്ഷനോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എപ്പോഴും അന്ധവിശ്വാസത്തിലും ലാപ്ടോപ്പിലും മൊബൈലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കേഡൽ. അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവിനുള്ളിൽ ഈ ആൾക്കാരെ മുഴുവൻ കൊന്ന് സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. ആ കൂടെ കൊല്ലാതെ പോയ വ്യക്തിയാണ് അമ്മയുടെ സഹോദരനായ ജോസ് സുന്ദരം. ഇത് ഇന്നലെ കോടതി വിധി അനുസരിച്ച് 15 ലക്ഷം രൂപ പാവത്തിന് കൊടുക്കാം. കാരണം തന്റെ സ്വത്തുക്കളെല്ലാം ഇഷ്ടദാനം ചെയ്തിരിക്കുന്നു. അവരെ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത്. അവര് 4 പേരും കൊല്ലപ്പെട്ടു. തനിക്കിനി മറ്റൊരു മാർഗമില്ല. കോടതിയിൽ ഇദ്ദേഹത്തിനെ വിസ്തരിച്ചു. ആ സമയത്ത് കോടതിയെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എന്നെ സംരക്ഷിക്കുമെന്ന് കരുതി ഞാൻ എൻ്റെ സഹോദരിക്ക് എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തതിൻ്റെ 4-ാം മാസമാണ്. 4-ാം മാസം 5-ാം മാസത്തിനുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതുകൊണ്ട് താൻ അനാഥനായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കോടതിയിൽ. അദ്ദേഹത്തിന് ഒരു വരുമാനവും ഇല്ല. ഇപ്പം തന്നെ മരിക്കുന്നിടം വരെ അദ്ദേഹം സുഹൃത്തുക്കളുടെയും അകന്ന ബന്ധുക്കളുടെയൊക്കെ പണം സ്വീകരിച്ച് അവരുടെ സഹായത്തിലാണ് ഇതുവരെ ജീവിച്ചത്. കൊടും പട്ടിണി തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് കോടതി അദ്ദേഹത്തിന്റെ സ്വത്തിന് അത് കൂടുതൽ എത്രയോ ലക്ഷം രൂപ വിലയുള്ള സ്വത്തുക്കളാണ് സ്വന്തം സഹോദരിക്ക് ഇഷ്ടദാനമായി കൊടുത്തത്. അതുകൊണ്ട് 15 ലക്ഷം രൂപ ആ സ്വത്തുക്കളിൽ നിന്ന് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കോടതി കനിവുണ്ടായി, വിധിയുണ്ടായി. വളരെ യുക്തമായ, ന്യായമായ, നിയമപരമായ ഒരു ഉത്തരവായിരുന്നു ആ കോടതി പ്രസ്താവിച്ചിരുന്നത്. അതുകൊണ്ട് 15 ലക്ഷം രൂപ കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അനാഥനായി തന്നെ മരിച്ചു. ആ കുടുംബത്തെ എല്ലാ ജനങ്ങളും, എല്ലാ ആൾക്കാരും 5 പേരും ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏകാവകാശിയായ ആള് ജീവനാന്തം വരെ ജയിലിലായിരിക്കും. അയാളുടെ സ്വത്തുക്കൾക്ക് ഇനി അവകാശമില്ലാതെ വരാം. അത് നിയമപരമായ ഗവൺമെന്റിനാണ് ആ സ്വത്തുക്കളൊക്കെ പോകുന്നത്. പക്ഷേ ആള് ജീവിച്ചിരിക്കുന്നതുകൊണ്ടും ക്രിമിനൽ കേസിൽ പ്രതിയായി ആജീവനാന്തം ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുന്നത് കൊണ്ടും നിയമപരമായ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം സ്വത്തുക്കൾ സർക്കാരിന് യഥേഷ്ടം കൈവശമാക്കി സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ കഴിയില്ല കേടൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ആ സ്വത്തിന് അനാഥമായി ഇപ്പോൾ അവിടെ കിടക്കുന്നെങ്കിലും അതിനെ സർക്കാരിൻ്റെ ഒരു ഉത്തരവാനം റവന്യൂ ഓഫീസറോ വില്ലേജ് ഓഫീസറോ ആരെങ്കിലും അത് സംരക്ഷിക്കുകയും കൈക്കലാക്കുകയും ചെയ്യണം. എന്നിട്ട് കാരണം പ്രതി ജയിലിലാണ് കിടക്കുന്നത്. അത് ആജീവനാന്തം കിടക്കാനാണ് വിധി വന്നിരിക്കുന്നത്. 4 പേരെ കൊന്നതാണ്. അതുകൊണ്ട് പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് സർക്കാർ ആ സ്വത്ത് എത്രയും പെട്ടെന്ന് വില്ലേജ് അധികൃതർ ഏറ്റെടുക്കണോ. അത് അജ്ഞാധീനപ്പെട്ട് നശിച്ചു പോകാതിരിക്കാനാണ് ഞാനത് പറയുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങി അതിനകത്ത് ആവശ്യമായ നിയമോപദേശം സ്വീകരിച്ച് അത് കവടിയാർ വില്ലേജ് ഓഫീസർ എത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കൾ അവരെ വില്ലേജിന്റെ കൈവശമാക്കി സംരക്ഷിച്ചു പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.